വീണ്ടും വചനധ്യാനത്തിലേക്ക് സ്വാഗതം. കർത്താവിന് നന്ദി. നാം എല്ലാവരും പാപം ചെയ്തിട്ടുള്ളവരാണ്, ചെയ്തുകൊണ്ട് ഇരിക്കുന്നവരാണ്. ആ പാപങ്ങളുടെ തോതും ഗൗരവമൊക്കെ ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ നോബഡി ഈസ് പെർഫെക്റ്റ്. പെർഫെക്റ്റ് ആയിട്ടുള്ളവൻ കർത്താവ് മാത്രമാണ്, പാപമില്ലാത്തവൻ. ബാക്കി എല്ലാ മനുഷ്യരും ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ പാപത്തിന് അടിമ ആയിട്ടുണ്ട്. നമ്മൾ ഈ ജീവിതത്തിൽ പലപ്പോഴും പല ആൾക്കാരെ കണ്ടുമുട്ടും. അവർ പറയുന്നത്, അവരുടെ ഒരു മെൻറ്റാലിറ്റി തന്നെ, ഞാൻ ഒരിക്കലും രക്ഷപ്പെടുകയില്ല, കാരണം അതുപോലുള്ള പാപങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. കൊലപാതകം ചെയ്തിട്ടുള്ളവരുണ്ടാകാം, വ്യഭിചാരം ചെയ്തിട്ടുള്ളവരുണ്ടാകാം. അങ്ങനെ അതിഘോരമായ ഏഹ്, പാപങ്ങൾ ചെയ്തിട്ടുള്ള ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അവരെ സമൂഹം തന്നെ ഒന്നാമത് അവരെ ലേബിൾ ചെയ്ത് കളയും. ഇവൻ കൊലപാതകി, ഇവൻ വ്യഭിചാരി, ഇവൻ മദ്യപാനി, ഇവൻ അലസൻ. അങ്ങനെയൊക്കെ ഈ സമൂഹം തന്നെ സമൂഹത്താൽ ലേബൽ ചെയ്യപ്പെടുകയും പിന്നെ അതുപോലെ ആ ജീവിതം അങ്ങനെ തള്ളി നീക്കുന്ന, ആ വളരെ ബുദ്ധിമുട്ടി, സങ്കടത്തിൽ, നിരാശയിൽ ആ ജീവിതം തള്ളി നീക്കുന്ന വളരെയധികം മനുഷ്യരുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിനിലേക്ക് തിരിയണം. ഇതിൻ്റെ ഒരു യഥാർത്ഥ എക്സാമ്പിളാണ് ദാവീദ് രാജാവ്. ഇപ്പൊ ദാവീദ് രാജാവ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് ഏഹ്, വളരെയധികം യുദ്ധത്തിൽ വിജയങ്ങളൊക്കെ നേടുകയും വളരെയധികം രാജ്യങ്ങളൊക്കെ പിടിച്ചെടുക്കുകയും അങ്ങനെ സമ്പന്നതയുടെയും സത്കീർത്തിയുടെയും നടുവിൽ നിൽക്കുമ്പോൾ അവൻ്റെ ബലഹീനത അവനെ പിടികൂടുന്നു. അവൻ ഊറിയയുടെ ഭാര്യയായ ബത്സേദയുടെ ഭംഗിയിൽ ആകൃഷ്ടനായി അവളുമായി ശയിക്കുന്നു. അവൾ ഗർഭിണിയാകുന്നു. അപ്പൊ ഈ ഗർഭം ഇവൻ രാജാവാണല്ലോ. ഈ ഗർഭം ഏറ്റെടുക്കാതിരിക്കാൻ ഇവൻ ഊറിയെ കൊണ്ടുവന്ന് അവിടെ താമസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ ഇത് ഊറിയ വിചാരിച്ചോളും, അവന്റെ കുഞ്ഞാണെന്നൊക്കെ വിചാരിച്ചോളും എന്നൊക്കെ കരുതി ആ പദ്ധതി പാളുന്നു. അപ്പൊ ദാവീദ് ചെയ്ത പരിപാടി എന്താണെന്നറിയാമോ? ദാവീദ് അവന്റെ ഇമേജ്, രാജാവിന്റെ ഇമേജ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവൻ ചെയ്ത പരിപാടി, ബത്സേദയുടെ ഭർത്താവായ ഊറിയയെ യുദ്ധത്തിൽ യുദ്ധത്തിന് അയക്കുന്നു. യുദ്ധത്തിന്റെ മുന്നിൽ തന്നെ നിൽക്കാനായിട്ട് അയക്കുന്നു. അങ്ങനെ ഊറിയ അവിടെ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നു. അപ്പൊ അതിനുശേഷം ദാവീദ് രാജാവ് ബത്സേദയെ ഏർ, കൂടെ കൂട്ടുന്നു, ബത്സേദയെ സ്വന്തമാക്കുന്നു. അപ്പൊ അത് അപ്പൊ കർത്താവ് ഏർ, ഏർ, ഒരു ഏർ, ഒരു നീതിമാനെ അയച്ച് ഇവനോട് പറയുന്നു, നീ ചെയ്തത് തെറ്റാണെന്ന് പറയുന്നു. അല്ല, എത്ര എത്ര സീരിയസ് ആയിട്ടുള്ള ക്രൈമാണ് ചെയ്തത്. അന്യന്റെ ഭാര്യയെ മോഹിച്ചു, അവര് അതിലൊരു കുഞ്ഞിനെ ജനിപ്പിച്ചു, വ്യഭിചാരം ചെയ്തു, കർത്താവിനോട് നന്ദികേട് കാട്ടി. അതും കഴിഞ്ഞ് ആ സ്ത്രീയുടെ ഭർത്താവിനെ കൊല്ലിപ്പിച്ചു. ഇത്രയും കാലം കർത്താവിൻ്റെ കാരുണ്യത്തിൽ, കൃപയാൽ വളർന്നവൻ പെട്ടെന്നൊരു ദിവസം, ഒരു ദുർബല നിമിഷത്തിൽ ഇതെല്ലാം സംഭവിക്കുകയാണ്.
അത് കഴിഞ്ഞിട്ട് ഈ ദാവീദിന്റെ ഒരു ഒരു വിലാപഗീതമുണ്ട്. അത് സങ്കീർത്തനം 51. പാപം ചെയ്ത് അവൻ ഭയങ്കര പശ്ചാത്താപത്തിലിരിക്കുമ്പോൾ, ദാവീദ് ബത്ശബയെ പ്രാപിച്ചതിന് ശേഷം അവനെ നാഥാൻ പ്രവാചകൻ സന്ദർശിച്ചപ്പോൾ പാടിയത്. അപ്പൊ നാഥാൻ പ്രവാചകൻ ചെന്നിട്ടാണ് പറഞ്ഞത്, നീ ചെയ്തത് തെറ്റാണ്, കർത്താവ് അവനെ അയച്ചു. അപ്പോ ദാവീദ് പറയുന്ന സങ്കീർത്തനം, ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ മായിച്ചു കളയണമേ. എൻ്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ. എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്. അങ്ങേക്കെതിരായി, അങ്ങേക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു. അങ്ങയുടെ മുൻപിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു. അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ്. അങ്ങയുടെ വിധിവാചകം കുറ്റമറ്റതാണ്. പാപത്തോടെയാണ് ഞാൻ പിറന്നത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. ഹൃദയ പരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്. ആകയാൽ എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ. ഹിസോപ്പ് കൊണ്ട് എന്നെ പവിത്രീകരിക്കണമേ, ഞാൻ നിർമ്മലനാകും. എന്നെ കഴുകണമേ, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. എന്നെ സന്തോഷഭരിതനാക്കണമേ, അവിടുന്ന് തകർത്ത എൻ്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ. എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കണമേ, എൻ്റെ അകൃത്യങ്ങൾ മായിച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ. ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ. അപ്പോൾ അതിക്രമികളെ ഞാൻ അങ്ങയുടെ വഴി പഠിപ്പിക്കും. പാപികൾ അങ്ങയിലേക്ക് തിരിച്ചു വരും. ദൈവമേ, എൻ്റെ രക്ഷയുടെ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഞാൻ അങ്ങയുടെ രക്ഷയെ ഉച്ചത്തിൽ പ്രകീർത്തിക്കും. കർത്താവേ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ. എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല. ഞാൻ ദഹനബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയുമില്ല. ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. അങ്ങ് പ്രസാദിച്ച് സിയോന് നന്മ ചെയ്യണമേ. ജെറുസലേമിന്റെ കോട്ടകൾ പുതുക്കി പണിയണമേ. അപ്പോൾ അവിടുന്ന് നിർദ്ദിഷ്ട ബലികളിലും ദഹനബലികളിലും സമ്പൂർണ്ണ ദഹനബലികളിലും പ്രസാദിക്കും. അപ്പോൾ അങ്ങയുടെ ബലിപീഠത്തിൽ കാളകൾ അർപ്പിക്കപ്പെടും. അപ്പോൾ ദാവീദിന്റെ ഒരു വിലാപ ഗീതമാണത്. എല്ലാ പാപത്തിനും, നമ്മൾ മനുഷ്യർക്കെതിരായി ചെയ്യുന്ന പാപത്തിനും, അത് പാപമാണെന്ന് അറിഞ്ഞ് ചെയ്യുമ്പോൾ അത് ദൈവത്തിനെതിരായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ആത്മാവിൽ പോറലുകൾ ഉണ്ടാക്കും. സ്കാർസ് ഇൻ അവർ സോൾ. ആ പാപത്തിന്റെ കറ വീണ്ടും പുരണ്ടു കഴിയുമ്പോൾ പരിശുദ്ധാരൂപിയെ നമുക്ക് നഷ്ടപ്പെടും. നമുക്ക് അതുവരെ അനുഭവിച്ച സന്തോഷം നമ്മെ വിട്ടു പോകും. പരിശുദ്ധാരൂപി നമ്മെ വിട്ടു പോകും. പക്ഷേ ഹൃദയ പരമാർത്ഥതയോടെ വിലപിച്ചാൽ, പശ്ചാത്തപിച്ചാൽ, കർത്താവിൻ്റെ കരുണയുള്ള കർത്താവ് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നവനാണ്. അപ്പൊ കർത്താവിന് വീണ്ടും നമ്മുടെ പാപങ്ങളുടെ നിറം എന്തു തന്നെയായിരുന്നാലും കർത്താവിന് അതെല്ലാം ക്ഷമിക്കാനും പൊറുക്കാനും നമ്മുടെ ഹൃദയം നൈർമല്യമുള്ളതാക്കാനും ഒക്കെ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ നീതിമാന്മാരെ അന്വേഷിച്ച് വന്നതല്ല, ഞാൻ പാപികളെ അന്വേഷിച്ച് വന്നതാണ്.
പക്ഷേ ഇത് പാപം ചെയ്യാനുള്ള ഒരു ലൈസൻസ് അല്ല. പശ്ചാത്തപിച്ച് വളരെ സീരിയസ് ആയിട്ട് ദൃഢനിശ്ചയമെടുത്ത് ഹൃദയ പരമാർത്ഥതയോടെ കർത്താവിലേക്ക് തിരിഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ അവൻ ക്ഷമിക്കും. അതിൽ ഹൃദയ പരമാർത്ഥത വേണം. അതൊരു ഹിപ്പോക്രസി പരിപാടിയാകരുത്. കാരണം നമ്മുടെ ഹൃദയ വിചാരങ്ങൾ അറിയുന്നവനാണ് നമ്മുടെ കർത്താവ്. അപ്പോൾ നമ്മൾ ഈ പാപത്താൽ ബന്ധിതനായി ദുഃഖത്തിലും നിരാശയിലുമൊന്നും ജീവിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പാപങ്ങളുടെ നിറം എന്തു തന്നെയായിരുന്നാലും നമ്മുടെ കരുണാമയനായ കർത്താവ് നമ്മോട് ഓർക്കും. ആ വ്യഭിചാരിണിയുടെ ഏഹ്, ഉപമയല്ല, അത് സംഭവിച്ചതാണ്. ആൾക്കൂട്ടം വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലാനായി ആൾക്കൂട്ടം ഓടിച്ചിടുകയാണ്. അവൾ ഓടി കർത്താവിൻ്റെ അടുത്ത് വരുന്നു. അവൾ കർത്താവ് നിലത്തിരുന്ന് ഇങ്ങനെ എഴുതി, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ. അപ്പൊ പറയുന്നത് മുതിർന്നവർ മുതൽ പ്രായം കുറഞ്ഞവർ വരെ 1 by 1 ആയിട്ട് കല്ല് താഴെയിട്ട് അവിടുന്ന് പോയി. എന്നിട്ട് കർത്താവ് അവളോട് പറയുന്നു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, മേലിൽ പാപം ചെയ്യരുത്. അതുപോലെ തന്നെ ആ മുടിയനായ പുത്രന്റെ ഉപമയുണ്ടല്ലോ. പിതാവുമായിട്ട് ഉള്ള സ്നേഹബന്ധമൊക്കെ വേർപെടുത്തി അവൻ പന്നിക്കുട്ടി പോയി. പെട്ടെന്ന് അവന് മനസ്സാന്തരം. തിരിച്ചു വന്ന പിതാവ് അവനെ 2 കൈ നീട്ടിയാണ് സ്വീകരിക്കുന്നത്. അപ്പൊ നമ്മുടെ കർത്താവ് കരുണാമയനാണ്, സ്നേഹമുള്ളവനാണ്. നമ്മുടെയൊക്കെ നിസ്സഹായതകളും ഒക്കെ കർത്താവിന് നന്നായിട്ട് അറിയാം. അപ്പോൾ നമ്മൾ ചെയ്തു പോയ തെറ്റുകളിൽ കിടന്ന് ഉഴലാതെ കർത്താവിനോട് ഹൃദയ പരമാർത്ഥതയോടെ മാപ്പപേക്ഷിച്ച് പറ്റുമെങ്കിൽ ഒരു നല്ല കുമ്പസാരവുമൊക്കെ നടത്തി തിരിച്ചു വരാനായി, പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു വരാനായി കർത്താവ് നമ്മളെ വിളിക്കുന്നു. രക്ഷിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ശിക്ഷിക്കാൻ അമാന്തം കാണിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. രക്ഷിക്കാൻ തിടുക്കം കാട്ടുന്നവനും. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് വിലപിക്കാനും പശ്ചാത്തപിച്ച് സ്ഥിരതയോടെ ദൈവമായിട്ടുള്ള ഒരു അഗാധമായ ഒരു ബന്ധം നിലനിർത്തി മുന്നേറുവാൻ, ക്രിസ്തീയ ജീവിതത്തിൽ മുന്നേറുവാനുള്ള ഒരു കൃപയ്ക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ഒരു വട്ടം കൂടി നമുക്ക് ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമ്മുടെ പാപത്തിൻ്റെ കാഠിന്യം എന്തു തന്നെ ആയിക്കോട്ടെ, വിലാപത്തോടെ പശ്ചാത്താപത്തോടെ നമുക്ക് കർത്താവിലേക്ക് തിരിയാം. അവൻ നമ്മുടെ ഹൃദയം പരിശുദ്ധാരൂപിയാൽ കഴുകി വെളുപ്പിക്കും, മഞ്ഞുപോലെ വെളുപ്പിക്കും. അങ്ങനെ ക്രിസ്തുവിൻ്റെ സമാധാനവും ശാന്തിയും സന്തോഷവും നമുക്ക് അനുഭവിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.
God bless.